1919 മഹാത്മാഗാന്ധി വെറും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിട്ട് ഇന്ത്യയിൽ വന്ന് കാലുകുത്തുന്നത്. അതുവരെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഈ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതും ഇന്ത്യ ചർച്ച ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം പാസ്സായി കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം പാസ്സായി കഴിഞ്ഞ് ഗാന്ധി അങ്ങോട്ട് പോയി, സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. എന്താ കാര്യം? അവിടെ പോയാൽ നല്ല കേസ് കിട്ടും, നല്ല കാശ് കിട്ടും. അങ്ങോട്ട് പോയി. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത്, അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടെ പഠിക്കാൻ ചെല്ലുമ്പോഴും നെഹ്റു അവിടെ പഠിക്കാൻ ചെല്ലുമ്പോഴും ഒരേ വർഷമാണ് അഡ്മിഷൻ എടുക്കുന്നത്, ഒരേ സമയത്താണ് പാസ്സാകുന്നത്. പക്ഷെ അതൊക്കെ അങ്ങനെയാണെങ്കിലും ഗാന്ധിജി പാസ്സായിട്ട് ഇന്ത്യയിലേക്കല്ല വന്നത്, ഗാന്ധിജി പോയത് സൗത്ത് ആഫ്രിക്കയിലേക്ക്. എന്നിട്ട് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതെന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളത് വീണ്ടും നമുക്ക് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് എടുക്കാം. എന്തായാലും അങ്ങനെ ഗാന്ധിജി ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഒറ്റത്തവണ ഏറ്റെടുത്തിട്ടുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം. അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ലോകമാന്യ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ട് അടിച്ച് മുന്നേറി വരികയാണ് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അതിനെ തടഞ്ഞു നിർത്താൻ ബ്രിട്ടീഷുകാർ നോക്കിയാൽ പറ്റില്ല. അങ്ങനെ വന്നപ്പോ ബാലഗംഗാധര തിലകൻ മരിക്കുന്നു. ബാലഗംഗാധര തിലകൻ മരിച്ചപ്പോ രണ്ടാമതായിട്ട് കോൺഗ്രസ് ഒരു നേതാവ് വേണം. ഇവിടെ ബ്രിട്ടീഷുകാർ കയറി കളിച്ചു. എന്താ ചെയ്തെന്നറിയാമോ? ബ്രിട്ടീഷുകാര് ദുർബലനായ ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ മുകളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അതിനുവേണ്ടി അവരൊരു തന്ത്രം പ്രയോഗിച്ചു. ഇന്ത്യ ചരിത്രത്തിൽ ഇനിയും വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹാത്മാഗാന്ധിയോട് ബ്രിട്ടീഷുകാർ ചർച്ച ആരംഭിച്ചു. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ട്, അതിന്റെ AICC ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ കോൺഗ്രസിന്റെ സാധനമുണ്ടല്ലോ, ഹൈക്കമാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം. അങ്ങനെ ഈ ഹൈക്കമാൻഡ് സാധനം ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആരാ ഹൈക്കമാൻഡ്? ബ്രിട്ടീഷുകാർ ആരോടാണോ സംസാരിക്കുന്നത്, ആരെയാണോ ചർച്ചയ്ക്ക് വിളിക്കുന്നത്, ആരെയാണോ പരിഗണിക്കുന്നത്, അയാളാണ് ഹൈക്കമാൻഡ്. അല്ലാതെ പദവിയൊന്നുമില്ല. ഇന്നും ഞാൻ ചോദിക്കട്ടെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്കകത്ത് ഹൈക്കമാൻഡിനെ നിർവചിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ നിർവചനം പറയാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് സാധിക്കും? അതിന്റെ തെളിവ് തരാൻ ഒരു പുസ്തകമുണ്ടോ, ഭരണഘടനയുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ കോൺഗ്രസ് എപ്പോഴും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഹൈക്കമാൻഡ് സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് ബ്രിട്ടീഷുകാരാ. അതെങ്ങനെയാ? ബ്രിട്ടീഷുകാർ ചർച്ചയ്ക്ക് വിളിക്കും ഗാന്ധിജിയെ, ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് വിളിക്കും ഗാന്ധിജിയെ, ബ്രിട്ടീഷുകാര് കത്തിടപാട് നടത്തും ഗാന്ധിജിയുമായിട്ട്. കോൺഗ്രസിന്റെ പ്രസിഡന്റോ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയോ കോൺഗ്രസിന്റെ ഒന്നും അവർക്ക് അറിയണ്ട. കോൺഗ്രസ്സുകാർ അവിടെ പ്രവർത്തിക്കുവോ, വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കുവോ, AICC കൂടുവോ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവോ, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന നിലയിലാണ് അവരുടെ കാര്യം. ഗാന്ധിജിക്ക് അപ്രമാദിത്വം കൊടുക്കുകയാണ് ആര്? ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ പരിഗണിക്കുന്നത് AICC അല്ല, കോൺഗ്രസ് അല്ല, കോൺഗ്രസ് പ്രസിഡന്റ് അല്ല, വർക്കിംഗ് കമ്മിറ്റി അല്ല, ഗാന്ധിയെ മാത്രമാണ്. അപ്പൊ ഗാന്ധി പെട്ടെന്ന് അങ്ങോട്ട് ആളായി. പിന്നെ ഗാന്ധിയുടെ ചുറ്റുമായി ആൾക്കാര്. ഗാന്ധിയാണ് കോൺഗ്രസ് എന്നുള്ള മട്ടിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചു ഒരു തന്ത്രം. ആ തന്ത്രത്തിൽ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി അങ്ങ് തീരുമാനമെടുക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ എന്ത് തീരുമാനിച്ചാലും, വർക്കിംഗ് കമ്മിറ്റി എന്ത് തീരുമാനിച്ചാലും, AICC എന്ത് തീരുമാനിച്ചാലും, മഹാഭൂരിപക്ഷം വോട്ടെടുത്തിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ ജയിപ്പിച്ചാലും പട്ടേലിനെ ജയിപ്പിച്ചാലും ഗാന്ധി കയറി പറയും വേണ്ട, രാജിവെച്ച് പുറത്തു പോകും. ജനാധിപത്യത്തിന്റെ തരിമ്പ് പോലുമില്ലാതെ, ജനാധിപത്യത്തിന്റെ ഒരു മണവും ഗുണവുമില്ലാത്ത ഇത്തരം ഏകാധിപത്യ പ്രവണത ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചത് അതേപടി നടപ്പാക്കുകയായിരുന്നു ഗാന്ധിജി ചെയ്തത്, അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ഇത് ചരിത്രമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഗാന്ധി ഈസ് ഈക്വൽ ടു കോൺഗ്രസ് പറഞ്ഞാൽ നിരവധി ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സമയം കണ്ടവാനും പോകുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധിജി പിന്തുണ കൊടുത്തു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ അത് തുർക്കിയില് അവിടുത്തെ
മുസ്ലിം ഭരണാധികാരിയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയപ്പോൾ അവർക്കെതിരെ സമരം ഉണ്ടാക്കി. ഇപ്പോ രസകരമായ ഒരു ചരിത്രം ആവർത്തിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെ ഗാസയിലെ ആൾക്കാർക്ക് വേണ്ട എന്ന് പറഞ്ഞ പോലെ അന്ന് തുർക്കിയിലെ ഖലീഫയിലെ തുർക്കിക്കാർക്ക് വേണ്ട. തുർക്കിക്കാർ ഖലീഫയെ പുറത്താക്കാൻ ഇരുന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ പുറത്താക്കിയത്. അവര് പകരം വേറെ ഭരണാധികാരിയെ വെച്ച് ഭരണം തുടർന്ന് മുന്നോട്ട് പോയി. അന്നേരം ഇവിടെ ഗാന്ധിജി എന്ത് ചെയ്തു? ഖിലാഫത്ത് പ്രസ്താവിച്ച് ഖലീഫയ്ക്ക് പിന്തുണ കൊടുത്തു. അങ്ങനെ ഖലീഫയ്ക്ക് പിന്തുണ കൊടുത്തപ്പോൾ മലബാർ കലാപം ഉണ്ടായി. 10,000-കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി. ഗാന്ധി കമാന്നൊരക്ഷരം മിണ്ടിയില്ല. ഖിലാഫത്ത് പ്രസ്ഥാനം പിൻവലിച്ചില്ല, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ചൗരി ചൗരായില് പോലീസുകാരിറങ്ങി നാട്ടുകാർക്കെതിരെ വെടിവെച്ച് കൊന്നപ്പോ നാട്ടുകാർ സഹി കെട്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ചപ്പോ 24 പോലീസുകാർ കത്തിപ്പോയി. അപ്പോ മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. എന്തുകൊണ്ടാണ് മലബാറിലെ 10,000-കണക്കിന് ഹിന്ദുക്കൾ മരിച്ചപ്പോ പിൻവലിക്കാത്തത്? കാരണം പ്രതിപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിമാണ്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിമാണ്. അപ്പൊ ഗാന്ധി മിണ്ടിയില്ല. ഇതല്ലേ ഗാന്ധിജിയുടെ നിലപാട്? ആ ഗാന്ധിജി ഈ പട്ടേലിന്റെ കാര്യത്തിൽ അതുപോലെ ഒരു ചതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ജനാധിപത്യത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ജനഹിതത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ, ഭാരതത്തിന്റെ പൊതുമനസ്സിനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകുമായിരുന്നു. പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്കയുടെ സ്ഥാനത്ത് ഇന്ത്യ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ നിൽക്കുമായിരുന്നു. അവിടെയാണ് പട്ടേലിനെ മാറ്റിയ കൊടും ചതി. അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ മാറ്റിയ കൊടും ചതി ഇന്ത്യക്ക് ഏതാണ്ട് ഒരു 100 കാലത്തോളം പേറേണ്ടി വന്നത്. ഈ ചരിത്രമെങ്കിലും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കിയില്ല എങ്കിൽ കേവലം പട്ടേലിന്റെ അനുസ്മരണമായിട്ട് ഇത് കടന്നു പോകുമായിരുന്നു. മാത്രമല്ല, ജീവിച്ചിരുന്ന കാലത്ത് ഭാരതത്തിൽ സ്വന്തം പേരിൽ എഴുതിയെടുത്ത മഹാനുഭാവനായ വ്യക്തിയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു. മരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും എനിക്ക് തരികയല്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ അങ്ങ് എഴുതിയെടുത്തു, ഞാൻ ഭാരതരത്നം. ഇന്ദിരാഗാന്ധി ഭാരതരത്നം. പണ്ഡിറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ച് 41 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്. അത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രി അല്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതും കിട്ടുക. അപ്പോൾ ഈ രാഷ്ട്രം കാണിച്ച നന്ദികേട് ഈ 150ാമത്തെ ജന്മദിനത്തിലെങ്കിലും നമ്മളൊന്ന് അനുസ്മരിക്കണ്ടേ എന്ന് കരുതിയാണ് സമയക്കുറവ് മൂലം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത്. ഇനിയുമുണ്ട് നിരവധി കാര്യങ്ങൾ. അത് ഇനിയും ജന്മദിനങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം എന്ന് കരുതുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ തന്നെയാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഉരുക്കു മുഷ്ടി കൊണ്ട് തന്നെ നമ്മുടെ ഭാരതം വീണ്ടും ഛിന്ന ഭിന്നമായി പോകുമായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷിച്ച ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്ന, എന്നാൽ മഹാത്മാ എന്ന് വിളിക്കുന്ന, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗാന്ധി ചെയ്ത ഈ വലിയ ഉപദ്രവങ്ങൾ, അതല്ലെങ്കിൽ വലിയ നിഗൂഢമായിട്ടുള്ള ചിന്തകൾ, അതൊക്കെ ജയസൂര്യൻ സാർ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പുതുതലമുറയ്ക്ക് ആരാണ് ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് കുട്ടികൾ വായനയിൽ നിന്നും അതല്ലെങ്കിൽ ചരിത്ര ബോധം ഉൾക്കൊള്ളുന്നതിൽ നിന്നൊക്കെ അകന്നു പോയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിന്റെ ഈ 150ാം പിറന്നാൾ ദിനത്തിലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ തലമുറ അറിയട്ടെ. അതിനുവേണ്ടി ഈ ഒരു സെഷൻ ഉപയോഗിച്ചതിന് ജയസൂര്യൻ സാറോട് ഒരുപാട് നന്ദി, കടപ്പാട് അറിയിക്കുന്നു. തൽക്കാലം മറ്റൊരു സെഷനുമായിട്ട് ഇനി നമുക്ക് വീണ്ടും വരാം സാർ. അതുവരെ ഈ സെഷൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.